പള്ളികളുടെ തെരുവുകളിൽ ഉടൻ റുക്കിയ ശറിയ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് സലാഹി ഇപ്പോഴും മുമ്പ് മുജാഹിദ് ബാലിശ്ശേരിയും പറഞ്ഞിരുന്നു. ഇതിന് ഉത്തമ സമുദായത്തിലുള്ള മാതൃക എവിടെ? റാക്കിമാരെ നിയമിച്ച ഖലീഫമാരോ ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട സമുദായങ്ങളോ ഉണ്ടോ? ഇതിന്റെ തെളിവുകൾ ഉദാഹരിക്കും. അങ്ങനെ മാതൃകയില്ല, അതുകൊണ്ട് അങ്ങനെ സ്ഥാപിക്കേണ്ടതുമില്ല. അങ്ങനെ ഖലീഫന്മാരാരും പ്രത്യേകമല്ല റാക്കിമാരായി നിശ്ചയിച്ചിട്ടുമില്ല. എന്നാൽ റാക്കിമാർ ആ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. മന്ത്രിക്കുന്നവർ അതൊന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ അവര് പ്രത്യേക ബോർഡ് വെച്ച് സമയം നിശ്ചയിച്ച് ഇത്ര സമയത്തിന് വന്നാൽ ഇന്ന റുഖിയ കൊടുക്കും എന്ന് പറഞ്ഞ ഒരാളും അങ്ങനെ ഇരുന്ന ചരിത്രം ഇല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കേന്ദ്രമോ അങ്ങനത്തെ ആസ്ഥാനമോ പള്ളിയുമായി ബന്ധപ്പെട്ടോ മറ്റോ ഉണ്ടാക്കാൻ നമുക്ക് പ്രേരിപ്പിക്കാനും ഒരു മാർഗവും ഇല്ല. അതിന്റെ മറവിൽ റുഖിയ ഇല്ല എന്നും റുഖിയ ശറഈ നിഷേധിക്കാനും പരിഹസിക്കാനും നമുക്കൊട്ട് പാടുമില്ല. രണ്ടും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. റുഖിയ ശറഈ ഇല്ല, അതിനെ പരിഹസിക്കുക, അതിനെ ആക്ഷേപിക്കുക, ജിന്നുബാധയെ നിഷേധിക്കുക, സിഹറുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കാവതല്ല. അതാണ് ഒരു ഭാഗത്ത് നടന്നത്. കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി ഖുർആൻ ആയത്ത് കഷ്ണം വിട്ടിട്ട് പറഞ്ഞു സിഹറിന് യാഥാർത്ഥ്യമില്ല, വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ എന്ന് ഖുർആൻ നസ്സാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കി അദ്ദേഹം ബോധപൂർവമോ അല്ലാതെയോ വിട്ടുപോയിട്ടുണ്ട്. ഇല്ലാ ബിഇദ്നില്ലാ എന്നത് വിട്ടു. അതെന്തിനാണ്? ഈ യാഥാർത്ഥ്യം നിഷേധിക്കാനാണ്. നിഅമത്തുല്ലാ ഫാറൂഖിയുടെ പ്രസംഗം നമ്മളൊക്കെ കേട്ടതാണ്. ഈ വക വിഷയങ്ങൾ വളരെ പരിഹാസപൂർവ്വം അയാൾ കൈകാര്യം ചെയ്തതായിട്ട്. അതേപോലെ ഇന്നും ആ ഭാഗത്തുള്ള പല ആളുകളും ഈ വസ്തുതകളൊക്കെ തള്ളിക്കളയുന്നവരുണ്ട്. സിഹർ അംഗീകരിക്കാത്ത, കണ്ണീർ അംഗീകരിക്കാത്ത, ജിന്നുബാധ അംഗീകരിക്കാത്ത ഒരുപാട് മനുഷ്യന്മാർ KNM എന്ന മഹാപ്രസ്ഥാനത്തെ കൈയടക്കി വെച്ച ആളുകളിൽ ഇപ്പോഴുമുണ്ട്. തീർച്ചയാണ് അത് അംഗീകരിക്കാവതല്ല. എന്നാൽ മറുഭാഗത്ത് അത് അതിന് കടന്ന് ഒരു തെറ്റായ വഴിയിലേക്ക്, ഒരു അന്ധവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്ന പ്രവണത എവിടെയെങ്കിലും വരുന്നുവെങ്കിൽ അതൊരിക്കലും ന്യായവും അല്ല. അതുകൊണ്ട് എല്ലാവരും റുഖിയ ശറഈ പഠിക്കണം, എല്ലാവരും റാക്കിമാരായി മാറണം, എന്നിട്ട് എല്ലാവർക്കും അത് നിർവഹിക്കാൻ പറ്റണം. സ്വഹാബിമാരിൽ അങ്ങനത്തെ നിലപാടുകൾ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ മന്ത്രിക്കുന്നവർ തന്നെയായിരുന്നു. എന്നാൽ റാക്കിമാരായ റുഖിയ പ്രത്യേകം പരിചയമുള്ള ആളുകൾ അവരുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ സംഭവം തന്നെ നബിയോടൊന്ന് ചോദിച്ചുവല്ലോ, നബിയെ ഞങ്ങൾ ജാഹിലിയ്യ കാലത്ത് മന്ത്രിക്കുമായിരുന്നു, ആ മന്ത്രം ഞങ്ങൾക്ക് ഇന്ന് ഉപയോഗിക്കാമോ? നബി എന്താ പറഞ്ഞത്? നിങ്ങളുടെ മന്ത്രം എനിക്ക് കേൾപ്പിച്ചു തരൂ, ശിർക്കില്ലെങ്കിൽ തെറ്റില്ല. അപ്പൊ അവർ അന്ന് നിർവഹിച്ച മന്ത്രം ചൊല്ലിക്കേൾപ്പിച്ചു കൊടുക്കുന്നു, നബി അംഗീകരിക്കുന്നു. അതേപോലെ തേളുകുത്തിയുള്ള സംഭവം ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഗോത്രത്തലവനെ തേളുകുത്തുകയും ചികിത്സ ഫലപ്പെടാതെ വരികയും ചെയ്തപ്പോൾ അവിടെ എത്തിപ്പെട്ട സ്വഹാബിമാരിലേക്ക് അവർ അന്വേഷണ സംഘം വരുന്നു. ഇത് ചോദിക്കുന്നു, നിങ്ങൾ റാക്കിയുണ്ടോ എന്നാണ്. ഞങ്ങളെല്ലാവരും മന്ത്രിക്കുമല്ലോ എന്നവർക്ക് പറയാം. എന്നാൽ ഈ വിഷയത്തിൽ പ്രാവീണ്യമുള്ള ഒരാൾ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അയാളത് പറഞ്ഞു, അയാൾ ചെന്നു, ഫാത്തിഹ ഓതി മന്ത്രിച്ചു, ശിഫ കിട്ടി എന്ന് ഇമാം ബുഖാരി രേഖപ്പെടുത്തിയ ഹദീസിൽ വന്നിട്ടുണ്ട്. വിഷയം നബിയോട് ഒന്ന് പറഞ്ഞു, നബി തങ്ങൾ അത് അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ അതിന്റെ പേര് പിറ്റേന്ന് മുതൽ അയാളെ വീട്ടിൽ മുമ്പിൽ ബോർഡ് വെച്ചിട്ട് ഇയാള് വലിയുല്ലാഹി എന്നും പറഞ്ഞ് റാക്കി എന്നും ബോർഡും വെച്ചിട്ട് അവിടെ സമയം എഴുതി വെച്ച് ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. ലോകത്തറിയപ്പെട്ട പല പണ്ഡിതന്മാരുടെയും റുഖിയയ്ക്ക് വേണ്ടി പലരും സമീപിച്ചിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസിനെ റുഖിയയ്ക്ക് വേണ്ടി സമീപിച്ചിട്ടുണ്ട്. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ക്ലാസുകൾ സൗദി അറേബ്യയിൽ എവിടെയൊക്കെ ഉണ്ട് ലിസ്റ്റ് കാണും. എന്നാൽ ഷെയ്ഖ് ഇബ്നു ബാസ് എന്നൊക്കെ എവിടെയൊക്കെ വെച്ച് റുഖിയ നടത്തും എന്ന് ചാർട്ട് അവര് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അദ്ദേഹം അതിനുവേണ്ടി അങ്ങനെ കച്ചകെട്ടി ഇരുന്നിട്ടുമില്ല. എന്നാൽ അത്തരം ആവശ്യമായി വരുന്ന ഒരാൾക്ക് അദ്ദേഹം മന്ത്രങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അദ്ദേഹം മന്ത്രിച്ചു കൊടുക്കാറുണ്ട്. അതിൽ അവരാരും അബദ്ധം കണ്ടിട്ടുമില്ല. അതുകൊണ്ട് അതാണ് മുസ്ലിം ലോകത്തെ ആ വിഷയത്തിലുള്ള നിലപാട്. ഇമാം അഹമ്മദ് അദ്ദേഹം മന്ത്രിച്ചിട്ടുണ്ട്. എന്നാൽ ഇമാം അഹമ്മദ് ധാരാളം കിതാബ് എഴുതി, അതിന്റെ ക്ലാസിനെ പറ്റി പരാമർശങ്ങളുണ്ട്. എന്നാൽ അദ്ദേഹം റാക്കിയായി പ്രത്യേകം സമയം മാറ്റി വെച്ച് ഇന്ന സമയത്ത് റുഖിയ നടത്തും, ഇന്ന സമയത്ത് ക്ലാസ് എടുക്കും, ഇന്ന സമയത്ത് ഫത്വ കൊടുക്കും എന്ന് പറഞ്ഞ് ആ നിലയ്ക്ക് ഒരു രംഗപ്രവേശം ചെയ്ത് നമുക്കിട്ട് കാണാനും സാധ്യമല്ല. അതുകൊണ്ട് അത്തരം കേന്ദ്രങ്ങളോ ആ വക രീതികളോ അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അപകടത്തിലേക്ക് തന്നെയാണ് കൊണ്ടെത്തിക്കുക. അതൊരിക്കലും അംഗീകരിക്കാം, അത് ന്യായവുമല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കുക.